ഹായ് ഹലോ ദിവ്സ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ വട്ടത്തിലൊക്കെ മുടി കൊഴിഞ്ഞു പോകുന്നതിനുള്ള ഒരു റെമഡിയാണ് കേട്ടോ. ചിലർക്കൊക്കെ സാധാരണ മുടി കൊഴിച്ചിലായിരിക്കില്ല, നന്നായിട്ട് തന്നെ വട്ടത്തിലായിട്ടൊക്കെ മുടി കൊഴിഞ്ഞു പോകും. അതിന് നമ്മൾ അലോപേഷ്യ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണിത്. നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കീഴാർനെല്ലിയാണ്. നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ഉണ്ടാവുന്നതാണ് കീഴാർനെല്ലി. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ചെടിയാണ് കേട്ടോ കീഴാർനെല്ലി. അപ്പോൾ അതിൻ്റെ വേരോട് കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനാണെങ്കിലും കഷണ്ടി പോലെയൊക്കെ വരാറുണ്ടല്ലോ ചിലർക്ക് മുടിയൊക്കെ കൊഴിഞ്ഞിട്ട്, ആ ഒരു കഷണ്ടി മാറാനാണെങ്കിലും വട്ടത്തിലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നത് മാറാനാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ലതാണ് കീഴാർനെല്ലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നൊക്കെ ഉള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ആ ഒരു പേസ്റ്റ് നന്നായിട്ട് അരിച്ച് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദിവ്സിൻ്റെ ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഹെയർ ഓയിലാണ്. മുടി കൊഴിച്ചിലും താരനും ഒക്കെ മാറാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 10 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഷണ്ടിയും അതുപോലെ തന്നെ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന സ്ഥലത്തൊക്കെ കൂടുതലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ഒരു അരമണിക്കൂറാണ് നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്നും യൂസ് ചെയ്യേണ്ട, ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും പിന്നെ അലോപേഷ്യ പോലെയുള്ള കണ്ടീഷൻസൊക്കെ മാറാനും കഷണ്ടിയൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്